വളരെ സിമ്പിളായിട്ട് കാണുന്ന ഒരു ഹെയറിൽ വയ്ക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാൻ. പക്ഷേ കുറച്ചധികം സമയം മെനക്കെട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അത്ര നിസ്സാരമല്ല ചെയ്തെടുക്കാനായിട്ട്, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ രണ്ട് സൈഡും ആദ്യമേ കവർ ചെയ്തിട്ടാണ്, നമ്മുടെ എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും നല്ല നീറ്റായിട്ട് നമ്മൾ കസ്റ്റമൈസേഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് ഫിനിഷിങ്ങിലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് എൻഡ് ടേപ്പ് കൊടുക്കുക, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് ബീഡ്സും എടുത്തിട്ടുണ്ട്. ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ബീഡ്സ് എടുക്കാം, കാരണം ഇത് പല കളറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കളർ ബീഡ്സ് വേണമെങ്കിൽ കളർ ബീഡ്സ് എടുക്കാം, ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഒരു ഓപ്ഷനാണ്. അതിനുശേഷം ഈ നമ്മുടെ ഈ ഫ്രെയിമില്ലേ, ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഒറ്റ സ്ട്രെച്ചിന് തന്നെ നമുക്ക് സ്റ്റോൺ ചെയിൻ കവർ ചെയ്യാം. അപ്പോൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അത് കുറച്ച് സമയത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് എന്തെന്ന് വെച്ചാൽ അതിനുശേഷം തിരിച്ചടുത്ത സൈഡും കൂടെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഒറ്റ സ്ട്രെച്ചിന്, ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിനുശേഷം പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ബാക്കി അങ്ങനെ ചെയ്താലും മതിയാവും. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ, കാരണം ഇത് ചെറിയ ഫ്രെയിം ആയതുകൊണ്ട് നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് ഒട്ടിച്ചെടുക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ടാണ്, കാരണം മറ്റത് എന്താ പറയുക, നമ്മൾ ഒട്ടിക്കും പിന്നും ചിലപ്പോൾ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഒറ്റ സ്ട്രെച്ചിന് ഒട്ടിക്കുക, നമ്മളെ കാര്യം കഴിയുക. ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും, കാരണം വളരെ ചെറിയ ഫ്രെയിം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യുക. പിന്നെ കയ്യിൽ നമ്മൾ സൈഡിലൊക്കെ പിടിക്കുമ്പോൾ ഗ്ലൂവിൻ്റെ ഇതുണ്ടാകും. ഈ ഗ്ലൂ വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിൽ പിടിക്കുമ്പോൾ വീണ്ടും ഒക്കെ ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, ചിലപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ സൈഡിലേക്ക് അങ്ങ് തിരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഒന്നതിൽ ഒരു ഗ്രിപ്പ് ഒരു 2 സെക്കൻഡ് ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകി വരില്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ബാലൻസ് അങ്ങോട്ടുള്ളതൊക്കെ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് ഇതുപോലെ കുറച്ച് ശ്രദ്ധയോടെ അങ്ങ് പേസ്റ്റ് ചെയ്താൽ മതി. അഥവാ ഗ്ലൂ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ തന്നെ ഇട്ടു, കാരണം അത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന്. കാരണം നിങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഒട്ടിക്കുമ്പോഴും അങ്ങനെ വരും. ചെറിയ എന്താ പറയുക, ശ്രദ്ധയോടെ ഒട്ടിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ പേസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ അതുപോലെ അങ്ങനെ ഇട്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക, സൈഡ് രണ്ടും നമ്മളിങ്ങനെ ആ സൈഡ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ ഒന്ന് നമ്മളതിനെ തടകി വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഫിനിഷായിട്ടിരിക്കും. എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതൊരു 5 മിനിറ്റ്സ് നമ്മൾ ഡ്രൈ ആവാൻ വയ്ക്കുക. ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം എടുക്കുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ട്, അതായത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളത് ചുറ്റി ചെയ്യുമ്പോൾ ഇത് എന്താ പറയുക, ഇളകി വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ അങ്ങോട്ട് പോകും, ഈ സ്റ്റോൺ ചെയിൻ മൂവ് ആവും. നമുക്ക് അത്രത്തോളം ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ 3mm 4mm അല്ല 3mm വയർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഡ്സ് കോർത്തെടുക്കുന്നുണ്ട്. ഡ്രോപ്പ് ആയിട്ടുള്ള ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഡ്രോപ്പ് ഷേപ്പാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട്. പേളോ എടുക്കാം, പേള് കുറച്ചുകൂടെ എലഗൻ്റായിട്ട് എടുത്ത് നിൽക്കും കേട്ടോ. ഇത് ഞാൻ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പേളാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് എടുത്ത് നിൽക്കും. ഇതിൻ്റെ തന്നെ ഗോൾഡും സിൽവർ ഫ്രെയിമൊക്കെ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ്, ശരിക്കും പറഞ്ഞാൽ അവർ സിൽവറാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും, അങ്ങനെ കാണുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള നമ്മളെ ബീഡ്സ് കോർക്കുക. നമ്മളിത് ഓരോന്നും ചെറുതായിട്ട് ഇങ്ങനെ കോർത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബഡ് പോലെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ എടുക്കുന്ന വയറിന് നല്ല ലെങ്ത് ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യുക. ഇടയ്ക്ക് വെച്ചിട്ട് ടൈ ചെയ്ത് കെട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് ലെങ്ത് കൂടിയാലും പ്രശ്നമില്ല, നമുക്കത് അവസാനം കട്ട് ചെയ്ത് കളയുന്നതല്ല, കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക, അതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് എന്ത് ചെയ്ത് ഒരു ബീഡ് കൊണ്ട് ലോക്ക് ചെയ്ത് അടുത്ത സൈഡ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ആയി, എന്നാലും അത്രത്തോളം ഡ്രൈ ആയിട്ടില്ല. ഇത് ചെയ്തെടുക്കാൻ കുറച്ചൊരു ക്ഷമ വേണം, കാരണം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ കേട്ടോ. അതേ ഉള്ളൂ. ഒരു ബീഡെടുത്ത് എന്നിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തു. ഒത്തിരി അങ്ങ് ടൈറ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യൽ, കാരണം ഇത് 3mm വയറാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. എന്നിട്ട് വീണ്ടും ഒരു സൈഡിലേക്ക് ചുറ്റി, കണ്ടോ, എന്നിട്ട് ഒരു ബീഡ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്തു പോകണം. അതിനാണ് ഈ സമയം എടുക്കുന്നത്. കുറച്ച് ക്ഷമയോടെ സമയമെടുത്ത് ചെയ്യുക.
ഇനി അടുത്ത് വീണ്ടും എന്ത് ചെയ്യുക, അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത സൈഡിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 4-5 പ്രാവശ്യം ഒന്ന് ചെയ്ത് നമ്മളുടെ ആ ഒരു കൈ അത് ചെയ്ത് ഇത് വരേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ പിന്നെ അങ്ങ് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 3-4 സ്റ്റെപ്പ് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം ഞാനും ചെയ്തപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു. കണ്ടല്ലോ, വീണ്ടും അതിനെ ട്വിസ്റ്റ് ചെയ്ത് തിരിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ബീഡ് ഇട്ടുക, ട്വിസ്റ്റ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. കാരണം ഹെയർ ബോയിൽ നമുക്ക് ആ എഡ്ജ് വരെ ചെയ്യണം, അതിനാണ് ആ ഒരു സമയം എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയണ ആദ്യത്തെ ഒരു 3-4 സ്റ്റെപ്പാണ് കുറച്ച് സമയം എടുക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയും ഭയങ്കര രസമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി വീണ്ടും അടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എടുത്തിട്ട് വീണ്ടും ഒന്ന് ചുറ്റിയെടുക്കുക. ആ ചുറ്റിയെടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഒരു ബീഡ് എടുക്കുക. എന്നിട്ട് വീണ്ടും അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഒരു ഭംഗിയായില്ലേ. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. വീണ്ടും അവിടെ ഒരു ബീഡിട്ട് കണ്ടോ, എന്നിട്ട് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ വയർ എടുത്തിരിക്കുന്ന മേളിലേക്കാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മേളിലേക്ക് എടുക്കരുത്, നമ്മൾ പുറകിലേക്ക് എടുക്കണം. കാരണം നമുക്ക് പുറകിൽ കൂടെ ട്വിസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. വീണ്ടും എന്നിട്ട് വീണ്ടും ഓപ്പോസിറ്റിലേക്ക് ത്രെഡ് എടുക്കുക. അതിനുശേഷം അതായത് നമ്മൾ വയർ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ ബീഡിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ മതി, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ പറയുക, കുറച്ച് സമയം എടുക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഓരോന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോകുമ്പോൾ പൊട്ടിപ്പോകാതെ നോക്കണം. അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒത്തിരി നമ്മൾ ട്വിസ്റ്റ് ചെയ്യൽ 3mm വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4mm വയർ എടുത്ത് ചെയ്യാം. 4M ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 3mm എടുത്തത്. 3M കുറച്ചുകൂടി നമുക്ക് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പല കളറിലും നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ, പല കളർ ബീഡ്സിലും ചെയ്തു എടുക്കാം. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ഏകദേശം ഓൾമോസ്റ്റ് അങ്ങ് ഫിനിഷ് ചെയ്തു. ഞാൻ പറയുന്നത് കുറച്ചധികം സമയം എടുത്ത് ചെയ്യാനായിട്ട്. ഉണ്ടോ, അവസാനം വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്യാപ്പ് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ചില ഭാഗത്ത് വരുമ്പോൾ ചില ഗ്യാപ്പിന് കുറച്ച് വ്യത്യാസം വരും, അത് പ്രശ്നമില്ല. എന്നാലും നമ്മൾ അതിൻ്റെ ഏകദേശം ഒരു ഇതില്ലേ, അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അവസാനം വരുമ്പോൾ എഡ്ജ് വരെ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് അത് ചെയ്ത് വരിക. ബീഡ്സ് അങ്ങോട്ടും രണ്ട് സൈഡിലൊക്കെ ഇടുന്നത്, ട്വിസ്റ്റ് ചെയ്യുന്നത് എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. അവസാനം നമ്മൾ രണ്ട് സൈഡിൽ ആ ചെയ്ത ഒരു ഇതില്ലേ, ആ രണ്ട് സൈഡിലും ഒരുപോലെ ആക്കി നമ്മൾ എന്നിട്ട് വേണം നിർത്താനായിട്ട്. കണ്ടോ, എഡ്ജിലും ആ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ബീഡ് കൊടുത്ത് അവസാനം അത് ഫിനിഷ് ചെയ്യുകയാണ്. കണ്ടോ, അതിനുശേഷം അവിടെ ഒരു 2-3 പ്രാവശ്യം ഞാൻ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നന്നായിട്ട് ടൈ ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റി. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്, വളരെ സിമ്പിളാണ്. കുറച്ച് സമയം എടുത്തെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.